with axis 30 degree to HP and the base edge on which the solid rests inclined 45 degree to VP. Question. So കഴിഞ്ഞ ക്ലാസ്സിലെ സിമ്പിൾ പൊസിഷൻസ് ആണ് വരച്ച് പ്രാക്ടീസ് ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവിടെ ക്വസ്റ്റ്യനില് സ്ക്വയർ പ്രിസം resting on one of its base edge on HP with axis inclined 30 degree to HP and base edge on which the solid rests inclined 45 degree to VP. ഈ ഒരു പൊസിഷനിലാണ് സോളിഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ സോളിഡ് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതിന്റെ പ്രൊജക്ഷൻസ് ആണ്, അതായത് ഫ്രണ്ട് വ്യൂ. ഇങ്ങനെയുള്ള ഒരു പൊസിഷന്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയായിരിക്കും, ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമുക്ക് ഡയറക്ട്ലി ഈ പൊസിഷൻ നേരെ പ്രൊജക്ഷൻസ് വരയ്ക്കാൻ പോസിബിൾ അല്ല. അതായത് ഈ ഒരു പൊസിഷന്റെ പ്രൊജക്ഷൻസ് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. കാരണം നമുക്ക് ആകെ രണ്ട് ഡയറക്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഈ ബേസ് എഡ്ജും അതുപോലെ തന്നെ ഹൈറ്റും പിന്നെ രണ്ട് ഇൻക്ലിനേഷൻസും. ഈ രണ്ട് ഇൻക്ലിനേഷൻസും യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പൊസിഷൻ വരയ്ക്കാൻ പോസിബിൾ അല്ല, ബുദ്ധിമുട്ടല്ല, ഇമ്പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്നത്. രണ്ട് മെത്തേഡുകളുണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഒന്ന് ഓക്സിലറി പ്ലെയിൻ മെത്തേഡ്, രണ്ട് ചേഞ്ച് പൊസിഷൻ മെത്തേഡ്. ഓക്കെ, നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക ചേഞ്ച് പൊസിഷൻ മെത്തേഡാണ്. ഓക്സിലറി പ്ലെയിൻ മെത്തേഡ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ഇനി ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് ചേഞ്ച് പൊസിഷൻ മെത്തേഡ് മാത്രമേ നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ ചേഞ്ച് പൊസിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ആ സോളിഡിനെ റെസ്റ്റിംഗ് ഓൺ HP ആയതുകൊണ്ട് ആദ്യം അതിനെ നമ്മൾ സിമ്പിൾ പൊസിഷൻ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലുള്ള സിമ്പിൾ പൊസിഷനിൽ പ്ലേസ് ചെയ്യും. ഈ സിമ്പിൾ പൊസിഷനിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കും. അതിനുശേഷം ആ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ യൂസ് ചെയ്ത് അതിനെ ഫസ്റ്റ് ഇൻക്ലിനേഷൻ solid inclined to first solid inclined to means axis inclined to HP എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് ഇൻക്ലിനേഷൻ. ആ ഫസ്റ്റ് ഇൻക്ലിനേഷന്റെ പൊസിഷൻ വരയ്ക്കും. അപ്പൊ ഈ ഒരു പൊസിഷനിലുള്ള ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ യൂസ് ചെയ്ത് നെക്സ്റ്റ് ഇൻക്ലിനേഷൻ, അതായത് സോളിഡ് ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്ത പൊസിഷനിലുള്ള പ്രൊജക്ഷൻസ് വരയ്ക്കും. അങ്ങനെ 3 സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക. ഫസ്റ്റ് സിമ്പിൾ പൊസിഷൻ, ദെൻ ഈ സിമ്പിൾ പൊസിഷനിലെ ഈ പ്രൊജക്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഇൻക്ലിനേഷന്റെ പൊസിഷൻ വരയ്ക്കും. ആ ഇൻക്ലിനേഷൻ അപ്പോഴുള്ള ആ ഫസ്റ്റ് ഇൻക്ലിനേഷനുള്ള പ്രൊജക്ഷൻസ് യൂസ് ചെയ്ത് നെക്സ്റ്റ് ഇൻക്ലിനേഷൻ, അങ്ങനെ 3 സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ മൊത്തം 6 ഫിഗേഴ്സ് വരും. അതായത് ഫസ്റ്റ് പൊസിഷന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, സെക്കൻഡ് പൊസിഷന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, തേർഡ് പൊസിഷന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. അങ്ങനെ 3 പൊസിഷൻ ആയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇവിടെ ആദ്യം സോളിഡ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. സോളിഡ് ഇസ് എ സ്ക്വയർ പ്രിസം, ബേസ് എഡ്ജ് 30 mm, ഹൈറ്റ് 60 mm. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് സോളിഡിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ. അപ്പൊ അത് അവിടെ ഉണ്ട്. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, സിമ്പിൾ പൊസിഷൻ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഏത് റെഫറൻസ് പ്ലെയിനിലാണ് സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് എന്നതനുസരിച്ചാണ് അതിന്റെ ട്രൂ ഷേപ്പ് ഏത്, അതായത് ബേസിന്റെ ട്രൂ ഷേപ്പ് ഏത് വ്യൂവിലാണ് വിസിബിൾ ആവുക എന്ന് മനസ്സിലാക്കണം. അപ്പോ നമ്മൾ നോക്കാം, റെസ്റ്റിംഗ് ഓൺ HP on its base edge. സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് HP യിലാണ്, അതിന്റെ ബേസ് എഡ്ജിന് റെസ്റ്റ് ചെയ്യുന്നത് HP യിലാണ്. അപ്പോ ഈ ഒരു കണ്ടീഷൻ ആണ് ഈ അടുത്ത സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ ഇത് സോളിഡിന്റെ ഡാറ്റ. ദെൻ ഈ ഒരു കണ്ടീഷൻ, അതായത് റെസ്റ്റിംഗ് ഓൺ HP on its base edge, ഈ ഒരു കണ്ടീഷൻ ആണ് സിമ്പിൾ പൊസിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ഡിപെൻഡ് ചെയ്യുന്ന കാര്യം. അപ്പോ ഇതിനനുസരിച്ച് വേണം നമ്മൾ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ. കാരണം സിമ്പിൾ പൊസിഷനിൽ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ യൂസ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് പൊസിഷൻ വരയ്ക്കാൻ.
അപ്പൊ അതുകൊണ്ട് സിമ്പിൾ പൊസിഷൻ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ വളരെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് സിമ്പിൾ പൊസിഷൻ വരച്ചു തുടങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സിമ്പിൾ പൊസിഷനിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ബാക്കി എല്ലാ പൊസിഷൻസും അതിനനുസരിച്ച് തെറ്റും. അതുകൊണ്ട് സിമ്പിൾ പൊസിഷൻ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ഈ നമുക്കറിയാം റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് പ്ലേസ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇതിൽ ആ ഒരു വ്യത്യാസമുള്ളൂ, ബേസ് എന്നുള്ളതിന് പകരം ബേസ് എഡ്ജിലാണ്. കാരണം ഇൻക്ലിനേഷൻ വന്നുകൊണ്ടാണ് അത് ബേസ് എഡ്ജിന് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാവുമ്പോ അത് ബേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇനി ബേസ് എഡ്ജ് എന്ന് പറയുമ്പോൾ അതിന് ഇൻക്ലിനേഷൻ വന്നു. അപ്പൊ നമ്മൾ ആദ്യം ഇൻക്ലിനേഷൻ വരാതെയാണ് വരയ്ക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ പൊസിഷൻ? സിമ്പിൾ പൊസിഷൻ വരയ്ക്കേണ്ടത് സാധാരണ അത് ബേസിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ വരയ്ക്കും. അപ്പോ ബേസിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കണ്ടീഷനിൽ വരയ്ക്കുമ്പോൾ ഒരു എഡ്ജിനെ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലത്തില് ഒരു എഡ്ജ് പാരലൽ ടു വി പി, ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി എന്നുള്ള ഒരു കണ്ടീഷൻ ഒക്കെ ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെ എഡ്ജിനെ ബേസ് ചെയ്തൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ സെക്കൻഡ് പൊസിഷൻ വരയ്ക്കാൻ നമുക്ക് ആ എഡ്ജ് എങ്ങനെ പൊസിഷൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കണം. മനസ്സിലായോ? അതായത് ഇപ്പോ ഇനീഷ്യൽ പൊസിഷൻ ഇങ്ങനെ പ്ലേസ് ചെയ്തു, അതിനുശേഷം സെക്കൻഡ് പൊസിഷൻ നമ്മൾ ഈ എഡ്ജിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ എഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ മാത്രമേ കറക്റ്റ് ഈ പൊസിഷനിൽ നിന്ന് നെക്സ്റ്റ് പൊസിഷനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഈ പൊസിഷനിലെ, അതായത് സിമ്പിൾ പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ, ഈ ഫസ്റ്റ് പൊസിഷനിൽ കിട്ടുന്ന ഫ്രണ്ട് വ്യൂം ടോപ്പ് വ്യൂം യൂസ് ചെയ്തിട്ട് വേണം സെക്കൻഡ് പൊസിഷനിലേക്ക് നമ്മൾക്ക് മൂവ് ചെയ്യാൻ. അപ്പൊ ഈ ഫസ്റ്റ് പൊസിഷനിലെ ഫ്രണ്ട് വ്യൂ യൂസ് ചെയ്ത് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി ആയിട്ട് വരും. കാരണം എഡ്ജിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് സോളിഡ്. മനസ്സിലായോ? ഈ എഡ്ജിനെ ബേസ് ചെയ്തിട്ട് വേണം സോളിഡ് റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പോ ഇത് ഇപ്പോ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വിചാരിക്കേണ്ട, ജസ്റ്റ് ഒരു ടിപ്പായിട്ട് എടുത്താൽ മതി. റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഏതൊരു സോളിഡിന്റെ പ്രോബ്ലം ആയാലും, നിങ്ങൾ ഏതൊരു സോളിഡിന്റെ പ്രോബ്ലം ചെയ്യുമ്പോഴായാലും റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ആ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് പ്ലാനില് ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച് സിമ്പിൾ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായോ? അത് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. റെസ്റ്റിംഗ് ഓൺ HP ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ് എന്ന് ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷൻ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് സൈഡില് പ്ലാനിന്റെ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു XY ആയിട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കേ, അപ്പൊ ഞാൻ ഒരു എഡ്ജ് പ്ലാനിന്റെ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു XY ആയിട്ട് വരയ്ക്കുന്നു. ദെൻ സ്ക്വയർ പ്രിസാണ്, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. Square prisa complete ചെയ്തു. Then 1 2 3 4 top face 4 corners. Then 5 6 7 8 bottom face 4 corners. Then OP അതിന്റെ സെൻട്രൽ ആക്സിസ് മാർക്ക് ചെയ്തു. ഇനി പ്രൊജക്ഷൻസ് എല്ലാ ബേസ് കോർണറിൽ പ്രൊജക്ഷൻസ് വരയ്ക്കുന്നു. ബേസ് ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, കൂടുതൽ സമയം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. ബേസ് XY ആണ് ടച്ച് ചെയ്യുന്നത്. 5 6 7 8 ഈ 5 കോർണേഴ്സും XY ആയിരിക്കും. 5 8 6 7 ഇനി ഹൈറ്റ് വന്നിട്ട് 60 mm. അപ്പോൾ ടോപ്പ് ഫേസിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 mm. Okay, 60 mm ആയിരിക്കും. Axis P dash O dash top face 1 dash 4 dash 2 dash 3 dash. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പൊസിഷൻ. ഡയമെൻഷനിങ് ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. 30 and height 60.
അപ്പോ ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. അപ്പൊ ഈ ഫസ്റ്റ് പൊസിഷനില് സോളിഡ് റെസ്റ്റിംഗ് ഓൺ ബേസ്ഡ് ഓൺ HP എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ വരച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഈ വ്യൂ, രണ്ട് വ്യൂസ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാം, ആക്സസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP ആണ്. മനസ്സിലായി? അപ്പൊ ഇപ്പോ ഇത് ആക്സസ് പെർപെൻഡിക്കുലർ ടു HP ആണ് അല്ലെ. ഇപ്പോ ഈ സോളിഡ് ആക്സസ് പെർപെൻഡിക്കുലർ ടു HP ആണ്. നമുക്ക് വേണ്ടത് ആക്സസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP ആണ്. അപ്പൊ ഈ സോളിഡിനെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഈ ബേസ് എഡ്ജില് പ്ലേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യണം 30 ഡിഗ്രി. ഇതിന്റെ ആക്സസ് 30 ഡിഗ്രി ആവുന്നത് വരെ ഈ സോളിഡിനെ റൊട്ടേറ്റ് ചെയ്യണം. നോക്കാം, ഇതാണ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP എന്നുള്ള പൊസിഷൻ. അതിന്റെ ഫ്രണ്ട് ടോപ്പിൽ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഒരു ഫ്രണ്ട് വ്യൂ, ഇതാണ് ഫ്രണ്ട് വ്യൂ അല്ലെ. ഈ സോളിഡിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. മനസ്സിലായോ? ആക്സിസ് 30 ഡിഗ്രി ആവുന്നത് വരെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ബേസ് എഡ്ജില് റെസ്റ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഈ എഡ്ജ് ആണ് 6-7 അല്ലെ. ഇതാണ് 6-7 ബോട്ടം ബേസിലെ എഡ്ജ്. ഇതിന്മേ ബേസ് ചെയ്ത് സോളിഡിനെ റൊട്ടേറ്റ് ചെയ്യാണ്. അതായത് ഈ വ്യൂ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയാണ്. മനസ്സിലായോ? ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോ ഈ സോളിഡിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഈ സോളിഡ് ഇങ്ങനെ റൊട്ടേറ്റ് ആവുമ്പോ ഈ വ്യൂ റൊട്ടേറ്റ് ആവും. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെ വരയ്ക്കാൻ പാടില്ല, അതിനെ നെക്സ്റ്റ് പൊസിഷൻ ആയിട്ട് വരയ്ക്കണം. അപ്പൊ നെക്സ്റ്റ് പൊസിഷൻ ആയിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇതാണ് ഫസ്റ്റ് ഇൻക്ലിനേഷൻ. ആക്സസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP ആണ്. ഓക്കെ, അപ്പോ ആക്സസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP ആണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ടുള്ള ഇൻക്ലിനേഷൻസ് നമ്മൾ ഫ്രണ്ട് വ്യൂവിലാണ് വരയ്ക്കാറ് അല്ലെ. ലൈൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ഫ്രണ്ട് വ്യൂവിലാണ് വരയ്ക്കുന്നത്. അപ്പോ ഈ ഫ്രണ്ട് വ്യൂ 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞാല് സോളിഡ് 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത പോലെയാണ്. മനസ്സിലായോ? അപ്പോ ഇതിലെ ആക്സിസ് O' P' ആണ്. നമുക്ക് 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഇപ്പൊ ഇതില് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ആക്സിസ് ലൈനും ഈ സൈഡ് എഡ്ജും പാരലൽ ലൈൻസ് ആണ്. ഈ ആക്സിസ് ലൈനും സൈഡ് എഡ്ജും പാരലൽ ലൈൻസ് ആണ്. അപ്പോ ഈ ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആവുമ്പോൾ ഈ എഡ്ജസും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് ഈ വ്യൂവിനെ, ഈ ഫ്രണ്ട് വ്യൂവിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരയ്ക്കുകയാണ്. ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോ ഞാൻ ഈ പോയിന്റ് 6-7 ഇതാണ് 6-7. ഈ 6-7 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോ ഈ 6-7 കുറച്ച് എത്ര ഡിസ്റ്റൻസ് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, വല്ലാതെ അടുത്താവാൻ പാടില്ല, കാരണം വ്യൂസ് ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. മാത്രമല്ല വല്ലാണ്ട് ഡിസ്റ്റൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പേസ് അനാവശ്യമായിട്ട് പോകും. അതുകൊണ്ട് നമ്മളൊരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എടുത്തത്, ഞാനിപ്പോ ഒരു ഡിസ്റ്റൻസ് എടുത്തത് അവിടെ 6-7 ഈ പോയിന്റിൽ ഇവിടെ മാർക്ക് ചെയ്യും. അതിനുശേഷം ഈ 2-, 3-, 6-7 എന്ന ഈ ലൈൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കാൻ പോവാം. കാരണം ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഈ ലൈനും 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ലൈനിനെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാല് ആക്സിസ് ഓട്ടോമാറ്റിക് ആയിട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരും. അപ്പോ ഈ 2-, 3-, 6-7 എന്ന ലൈൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഞാൻ വരച്ചു. ഓക്കെ, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചു. 2-, 3-. ഇതിന് ശേഷം ഈ റെക്ടാംഗിൾ, അതായത് ഈ ഫ്രണ്ട് വ്യൂ റീപ്രൊഡ്യൂസ് ചെയ്യണം. മനസ്സിലായോ? ഈ ഒരു എഡ്ജ് 30 ഡിഗ്രി ആവുന്ന രീതിയിൽ ഈ ഫ്രണ്ട് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്ത് വരയ്ക്കണം. മനസ്സിലായോ? അപ്പൊ റീപ്രൊഡ്യൂസ് ചെയ്ത് വരയ്ക്കാൻ ഇനി ഇവിടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-, 3-, 6-, 7 ആണ്. അപ്പോ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡിസ്റ്റൻസ് വരയ്ക്കാം.
ഇവിടെയാണ് 5 ഡാഷ് 8 ഡാഷ് 5 ഡാഷ് 8 ഡാഷ്. ഇനി ഈ റെക്ടാങ്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. 1 ഡാഷ് 4 ഡാഷ്. മനസ്സിലായില്ലേ? അതായത് ഈ വ്യൂവിനെ 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കണം. ചേഞ്ച് ചെയ്ത് ഇതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് വരയ്ക്കുന്നു. ഇനി ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. ആക്സ് പി ഡാഷ് ഓ ഡാഷ്. ഇപ്പോ സോളിഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻ ആണോ? ഇത് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻ. ഓക്കെ, ഈ പൊസിഷനിൽ വരുമ്പോ അതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടണം. മനസ്സിലായി? അതായത് സോളിഡ് ഇങ്ങനെ പ്ലേസ് ചെയ്തു, അതിന്റെ 2 വ്യൂസ് വരച്ചു കഴിഞ്ഞു. ഇനി സോളിഡിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു, അതിന്റെ ഒരു വ്യൂ ആ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ ടോപ്പ് വ്യൂ എങ്ങനെ ഇരിക്കണം നമ്മൾ അറിയാം. ടോപ്പ് വ്യൂ ഓൾറെഡി നമ്മൾ മുകളിൽ നോക്കുന്നതാണ്. അതിന്റെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടി ഈ എല്ലാ ബേസ് കോർണറിൽ നിന്നും ലൈൻസ് പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കാം. എല്ലാ ബേസ് കോർണറിൽ നിന്നും ഏതൊക്കെ കോർണേഴ്സ് ആണുള്ളത് ആ എല്ലാ ബേസ് കോർണറിൽ നിന്നും പ്രൊജക്ഷൻ ലൈൻസ് താഴേക്ക് വരയ്ക്കാം. കാരണം ഇവിടെ എക്സ് വൈയുടെ താഴെയാണ് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുന്നത് അല്ലെ? അപ്പോ എല്ലാ ബേസ് കോർണറിൽ നിന്നും ഈ ഫ്രണ്ട് വ്യൂവിലെ എല്ലാ ബേസ് കോർണറിൽ നിന്നും താഴേക്ക് നമ്മൾ എക്സ് വൈയുടെ താഴേക്ക് പ്രൊജക്ഷൻ ലൈൻസ് വരച്ചു. ഇനി ഇവിടെയാണ് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുന്നത്. ആ ടോപ്പ് വ്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോളിഡ് ഇങ്ങനെ വെച്ചു, പൊസിഷനിലുള്ള ഡ്രോയിങ്സ്, ഇത് റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസിലൊന്നും മാറ്റം വരുന്നില്ല. ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോ എക്സ് വൈ നിന്ന് പ്ലാനിലേക്കുള്ള ഡിസ്റ്റൻസിലൊന്നും മാറ്റം വരുന്നില്ല. മനസ്സിലായോ? ഈ ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. നമ്മൾ ലോക്കസ് ലൈൻസിൽ ലോക്കസ് ഓഫ് ബി, ലോക്കസ് ഓഫ് ബി ഡാഷ് എന്നൊക്കെ എഴുതിയ പോലെ തന്നെ ഇത് ഒരേ പാരലൈൻസ് ആണ്. അപ്പോ ഓരോ പോയിന്റ് ആയിട്ട് ചെയ്താൽ മതി. ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കാം 1 ഡാഷ്. ഇതാണ് 1 ഡാഷിന്റെ പ്രൊജക്ഷൻ ലൈൻ. അപ്പൊ നമുക്ക് 1ന്റെ പ്ലാൻ കിട്ടാൻ വേണ്ടി ഇവിടെയാണ് 1 അല്ലെ? ഈ 1നെ നേരെ സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്യാം. അതായത് പാരലൽ ഈ എക്സ് വൈ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസിനെ ആയിരിക്കും ഇവിടെ കിട്ടാം. മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെ എക്സ് വൈക്ക് പാരലൽ ആയിട്ട് ഇങ്ങോട്ട് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കും. 1 ഡാഷ് 1. ഈ 2 പ്രൊജക്ഷൻ ലൈൻസ് നമ്മൾ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നെക്സ്റ്റ് പ്ലാൻ. അതേപോലെ തന്നെ 4 ഡാഷ് ഇവിടെയാണ് 4 അല്ലെ? 4നെ പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ 4 ഡാഷ് 4 ഇത് രണ്ടും നമ്മൾ ക്രോസ് ചെയ്തു. സോ ദിസ് ഈസ് നെക്സ്റ്റ് പ്ലാൻ. അതായത് സോളിഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലാനുകളാണ് ഇവിടെ. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതുപോലെ ഓരോന്നും ഇത് 2 പോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതാണ് 2 ഡാഷ്. ഇവിടെ 2 വന്നു. അതുപോലെ തന്നെ 3 1 2 3 4 ടോപ്പ് ഫേസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ബോട്ടം ഫേസ് 5 6 7 8 5 ഇവിടെയാണ് 5 വരുന്നത്. 5 ഡാഷ് 5 പിന്നെ 6 ഇതാണ് 6. അങ്ങനെ ഓരോ പോയിന്റുകളും നമ്മൾ നോക്കി ചെയ്യാം. 7 ഈ പോയിന്റ് ആണ് 7 ഡാഷും 7 8 എല്ലാ കോർണേഴ്സും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ആക്സിസ് ആണ്. അതുപോലെ ആക്സിസ് കൂടി ഇതുപോലെ താഴെ ചെയ്യാം. ഇവിടെ O and P ആക്സിസ് ലൈനായിട്ട് വരും. ഈ സോളിഡിന് ആക്സിസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി, ആക്സിസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി എന്നുള്ള പൊസിഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്ലാൻ ആണ്. അപ്പൊ എല്ലാ കോർണേഴ്സും കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് വിസിബിൾ അഡ്ജസ്റ്റ്, ഇൻവിസിബിൾ അഡ്ജസ്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് വിസിബിൾ അഡ്ജസ്റ്റ്, എന്താണ് ഇൻവിസിബിൾ അഡ്ജസ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോളിഡിന്റെ ബൗണ്ടറി ലൈൻസ്. അതായത് ഒരു സോളിഡിന്റെ നമ്മൾ വ്യൂ വരയ്ക്കുമ്പോൾ അതിന്റെ ബൗണ്ടറി ലൈൻസ് എല്ലാം വിസിബിൾ ആവും. അതാണ് ആദ്യം ചെയ്യേണ്ടത്.
അപ്പൊ ബൗണ്ടറി ലൈൻസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ 1 2 3 4 അതാണ് ടോപ്പ് ഫേസ് ഓരോ ഫേസ് ആയിട്ട് പിടിച്ചാണ് 1 2 3 4 ഈ 1 2 എന്നുള്ളതിന്റെ ഔട്ട്സൈഡ് ആയിട്ട് യാതൊരു പോയിന്റ്സും കാര്യങ്ങളും ഇല്ല. അപ്പൊ ഈ 1 2 എന്ന എഡ്ജ് അതിന്റെ ബൗണ്ടറി ലൈൻ ആണ്. കാരണം ഇവിടെ വേറെ പോയിന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ബൗണ്ടറി ആണ്. 2 3 അതും ബൗണ്ടറി ആണ്, കാരണം ഇവിടെ വേറെ പോയിന്റ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇത് ബൗണ്ടറി എഡ്ജ് തന്നെയാണ്. 3 4 ബൗണ്ടറി ആണ്, കാരണം ഈ സൈഡിൽ വേറെ പോയിന്റ്സോ ഇതിന്റെ കോർണേഴ്സോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ 3 4 ബൗണ്ടറി ആണ്. 4 1 അത് ബൗണ്ടറി ലൈൻ അല്ല, കാരണം അതിന്റെ ഈ സൈഡിൽ കുറെ പോയിന്റ്സുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ലൈൻ ഒരിക്കലും ബൗണ്ടറി ലൈൻ അല്ല. അതോടെ വരയ്ക്കാൻ തരട്ടെ, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ബോട്ടം ഫേസ് നോക്കാം. ബോട്ടം ഫേസിലെ 12.6 ബൗണ്ടറി ആണ്. 6 7 ബൗണ്ടറി അല്ല, കാരണം ഇവിടെ കുറെ പോയിന്റ്സ് ഉണ്ട്, അത് ബൗണ്ടറി അല്ല. 7 8 ബൗണ്ടറി ലൈൻ ആണ്. അതുപോലെ തന്നെ 8 5 ബൗണ്ടറി ലൈൻ ആണ്, കാരണം ഇവിടെ വേറെ പോയിന്റ്സും ഒന്നുമില്ല. അപ്പൊ അത് 17 ബൗണ്ടറി ലൈൻ ആണ്. ഇനി സൈഡ് എഡ്ജസ് ഉണ്ട് അല്ലേ? സൈഡ് എഡ്ജസ് 1 5 1 5 1 ൽ നിന്ന് 5 ലേക്കുള്ളത് അത് ബൗണ്ടറി ആണ്, വേറെ പോയിന്റ്സ് ഒന്നും ഇല്ല. 1 5 ബൗണ്ടറി ലൈൻ ആണ്. ബൗണ്ടറി ലൈൻ 2 6 ഇത് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ലൈൻസ് വരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് 3 7 ബൗണ്ടറി ലൈൻ തന്നെയാണ്, കാരണം ഇവിടെ വേറെ പോയിന്റ്സ് ഒന്നുമില്ല. പിന്നെ വരുന്നത് 4 8 ഇത് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് പിന്നെ ലൈൻസ് വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ സോളിഡിന്റെ ഈ വ്യൂവിന്റെ ബൗണ്ടറി ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അത് കണ്ടിന്യൂസ് ലൈൻ ആയിട്ട് വരച്ചു കഴിഞ്ഞു. ബൗണ്ടറി ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞു. ഇനി 2 ലൈൻസ് ആണ് ഇപ്പോൾ വരയ്ക്കാൻ ബാക്കി എടുക്കുന്നത്. 1 4 6 7 ഈ 2 ലൈൻസ് ഞാൻ വരച്ചിട്ടില്ല. അത് വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇതാണ് ടോപ്പ് വ്യൂ ഡയറക്ഷൻ. ഇത് ടോപ്പ് വ്യൂ ഡയറക്ഷൻ ആകുമ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് വരയ്ക്കേണ്ടത് 1 4 6 7 ആണ്. ഈ 1 4 വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ ഇപ്പൊ ഈ വ്യൂ നോക്കിയാൽ തന്നെ, കാരണം ഈ വ്യൂവിൽ നിന്നാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ വിസിബിൾ ഇൻവിസിബിൾ ലൈൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഈ വ്യൂ എങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. മനസ്സിലായി? ഈ വ്യൂ നോക്കിയിട്ടാണ് ഇതിലെ, അതായത് ഈ ടോപ്പ് വ്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഈ ഫ്രണ്ട് വ്യൂവിൽ നിന്നാണ്. അപ്പൊ ഈ ഫ്രണ്ട് വ്യൂ അനുസരിച്ചാണ് ഇതിലെ വിസിബിൾ ഇൻവിസിബിൾ ലൈൻസ് ഐഡന്റിഫൈ ചെയ്യുക. 1 4 ടോപ്പിലാണ്. ഇതിന് വേറെ മുകളിലായിട്ട് വേറെ എഡ്ജസോ ലൈൻസോ സോൾട്ടോ ഒന്നുമില്ല. അപ്പൊ 1 4 വിസിബിൾ എഡ്ജ് തന്നെയാണ്. 6 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് മുകളിലായിട്ട് സോളിഡ് 6 7 സോളിഡിന്റെ താഴെയാണ്. അപ്പോ 6 7 എന്തായാലും വിസിബിൾ എഡ്ജ് ആയിരിക്കില്ല. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നോക്കാം അല്ലെ. ഇതാണ് 1 4. മുകളിൽ നോക്കുമ്പോൾ ഈ എഡ്ജ് നമുക്ക് വിസിബിൾ ആണ്. ഇതാണ് 6 7. ഇവിടെ നോക്കുമ്പോൾ ഈ എഡ്ജ് നമ്മൾ യാതൊരു കാരണവശാലും കാണാൻ പോകുന്നില്ല, കാരണം സോളിഡ് അതിന്റെ മേലെ ഫുള്ള് സോളിഡ് ആണ്. അപ്പൊ അത് ഇൻവിസിബിൾ ആണ്. ഇൻവിസിബിൾ എഡ്ജസ് നമ്മൾ മാർക്ക് ചെയ്യാം. തിക്ക് ഡാഷ് ലൈൻ യൂസ് ചെയ്ത് അപ്പോ ഈ വ്യൂ കംപ്ലീറ്റ് ആയി. അപ്പോ ചിലർക്ക് ഇത് ഇങ്ങനെ ഇമാജിൻ ചെയ്തെടുക്കാൻ, അതായത് വിസിബിൾ എഡ്ജ് ആണോ ഇൻവിസിബിൾ എഡ്ജ് ആണോ എന്നുള്ളത് ഇമാജിൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വിസിബിൾ എഡ്ജ് ആണോ ഇൻവിസിബിൾ എഡ്ജ് ആണോ എന്ന് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, ആ ടിപ്പിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, ബൗണ്ടറി ലൈൻസ് ഓൾവേസ് വിസിബിൾ. ബൗണ്ടറി ലൈൻസ് എപ്പോഴും വിസിബിൾ ആവും. അപ്പൊ ബൗണ്ടറി ലൈൻസ് ആദ്യം തന്നെ വരച്ചു വെക്കുക. അതിൽ നമ്മൾ പിന്നെ ഒന്നും ആലോചിക്കാൻ പാടില്ല. ബൗണ്ടറി ലൈൻസ് വരച്ചു കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പില് ഉള്ളിൽ വരുന്ന ഈ ലൈൻസ് ഉണ്ടല്ലോ, ആ ലൈൻസ് ഏത് വ്യൂവിൽ നിന്നാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ആ വ്യൂവിലെ XY ആക്സിസും എടുക്കാം. XY ആക്സിസ് ഇതിന്റെ ഉള്ളിൽ വരുന്ന ലൈൻസ് ആണെങ്കിൽ അത് ഇൻവിസിബിൾ ആയിരിക്കും. അതിന് പുറത്ത് വരുന്ന ലൈൻസ് ആണെങ്കിൽ വിസിബിൾ ആയിരിക്കും. അപ്പൊ നോക്കാം,
ആക്സിസിലും എക്സ് വൈ, കാരണം ഈ വ്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഈ ഫ്രണ്ട് വ്യൂവിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ ആക്സിസ് അതുപോലെ തന്നെ എക്സ് വൈ, ഇതിന്റെ രണ്ടിനും ഉള്ളിൽ വരുന്ന ലൈൻസ് എല്ലാം ഇൻവിസിബിൾ ആയിരിക്കും, അതിന് പുറത്ത് വരുന്നത് വിസിബിൾ ആയിരിക്കും. അപ്പൊ നോക്കാം, 1-4 ഇതിന് പുറത്താണ് വിസിബിൾ, 6-7 ഇതിനെ ഉള്ളിലാണ്, 6-7 ഇൻവിസിബിൾ. മനസ്സിലായോ? അപ്പൊ ആ ഒരു ടെക്നിക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൗണ്ടറി ലൈൻസ് വരച്ചതിന് ശേഷം മാത്രമേ ഇതിനെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ. അല്ലാതെ ബൗണ്ടറി ലൈൻസ് വരയ്ക്കുന്നതിന് മുമ്പ് അതിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ തെറ്റും. കാരണം ബൗണ്ടറി, ഒരു സോളിഡിന്റെ ബൗണ്ടറി എപ്പോഴും ഡെഫിനിറ്റ് ആണ്, ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ബൗണ്ടറി എപ്പോഴും നമുക്ക് വിസിബിൾ ആയിരിക്കും. ബൗണ്ടറി ലൈൻസ് വരച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം ഈ വ്യൂവിന്റെ എക്സ് വൈ ആക്സിസും എടുക്കുക. അതിന്റെ ഉള്ളിലുള്ള ലൈൻസ് ഇൻവിസിബിൾ, അതിന് പുറത്തുള്ള ലൈൻസ് വിസിബിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ ബൗണ്ടറി ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു. പിന്നെ ഉള്ളിൽ വരുന്നത് 2 ലൈൻസ് ആണ്, 1-4 6-7. അതിന് ആ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ 6-7 ഇതിന്റെ രണ്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ അത് ഇൻവിസിബിൾ ലൈൻസ്, 1-4 എക്സ് വൈക്കും ആക്സിസിനും പുറത്താണ്. സോ അത് വിസിബിൾ ആണ്. അപ്പൊ നമ്മള് സെക്കൻഡ് സ്റ്റെപ്പ് വരച്ചു കഴിഞ്ഞു. മനസ്സിലായോ? ഫസ്റ്റ് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക്, അതായത് സോളിഡ് സിമ്പിൾ പൊസിഷനിൽ വെച്ചു, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഒരു കാര്യം കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അല്ലെ? ബേസ് എഡ്ജ് ഓൺ വിച്ച് ദ സോളിഡ് റെസ്റ്റ്. സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് ഏത് ബേസ് എഡ്ജിലാണോ ആ ബേസ് എഡ്ജ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP. VPക്ക് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വേണം വരയ്ക്കാൻ. ഇപ്പോ ഈ ബേസ് എഡ്ജ് ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോ ഈ ബേസ് എഡ്ജ് ഇരിക്കുന്നത് പെർപെൻഡിക്കുലർ ആണ്. നമ്മളിവിടെ 6-7 പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചത്, ഇവിടെ 6-7 പെർപെൻഡിക്കുലർ ആണ്. മനസ്സിലായോ? അപ്പോ ഇവിടെ ഈ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ പൊസിഷനിൽ ഇരിക്കുന്നത്. ഇനി നമ്മുടെ ശരിക്കുള്ള കണ്ടീഷൻ പ്രകാരം ഈ ബേസ് എഡ്ജ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പൊ അതിനാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പ് വരയ്ക്കുന്നത്. തേർഡ് സ്റ്റെപ്പ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇൻക്ലൈൻഡ് ടു VP ആണ്. അപ്പോ ഇൻക്ലൈൻഡ് ടു HP നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കും, ഇൻക്ലൈൻഡ് ടു VP ടോപ്പ് വ്യൂവിലാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ 6-7 എന്ന എഡ്ജിന്റെ ടോപ്പ് വ്യൂ ഇപ്പോ പെർപെൻഡിക്കുലർ ടു XY ആണ്. മനസ്സിലായോ? ഈ പെർപെൻഡിക്കുലർ ടു XY എന്നുള്ള ഈ കണ്ടീഷൻ നമ്മൾ മാറ്റി 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ചെയ്ത് വരയ്ക്കണം. അതാണ് തേർഡ് പൊസിഷൻ. അപ്പൊ ഫസ്റ്റ് പൊസിഷൻ വരച്ചു, then സെക്കൻഡ് പൊസിഷൻ അതും വരച്ചു കഴിഞ്ഞു, then തേർഡ് പൊസിഷനിലേക്ക് ആവാൻ ഈ പ്ലാനിൽ നമ്മൾ 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത് വരയ്ക്കണം. എങ്ങനെ? ഈ 6-7 എന്ന എഡ്ജ് 45 ഡിഗ്രി XY ആവുന്ന രീതിയിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യണം. ഈ പ്ലാനിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഞാൻ ആദ്യം എന്താ ചെയ്തിട്ടുള്ളത്, കുറച്ച് ഈ വ്യൂസ് ഒന്നും ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. കുറച്ച് സ്പേസ് എടുത്തിട്ട് 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കാം. 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു വയ്ക്കും. അതായത് നമുക്ക് ഈ വ്യൂവിനെ റീകൺസ്ട്രക്ട് ചെയ്യാം, ഈ വ്യൂവിനെ റീപ്രൊഡ്യൂസ് ചെയ്യണം. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആവുന്ന രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം ഒരു 45 ഡിഗ്രിയിൽ കുറച്ച് നീക്കിയിട്ട് 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം ഈ 6-7 കോമ്പസില് ഈ 6-7 എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യും. ഇവിടെ കാരണം ഇതിനെ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെ? ഈ വ്യൂ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുമ്പോൾ അപ്പൊ 6 ഇവിടെ വന്നു. ദെൻ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം, 6-7. അത് ഡാഷ് ലൈൻ ആണ്, ഞാൻ അത് ഡാഷ് ലൈൻ ആയിട്ട് വരച്ചു. അതിനുശേഷം ഈ വ്യൂവിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ ഈ വ്യൂവിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 6 എന്ന പോയിന്റ് കൂടെ ഈ ലൈൻ പെർപെൻഡിക്കുലർ അല്ലേ, ജസ്റ്റ് ഈ ലൈനാണ് വരച്ചത്. ഓക്കെ, അതിലെ ഡിസ്റ്റൻസുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാം. 5 6 ഇവിടെ 5 പോയിന്റ് 5. then 6 ൽ നിന്ന് 1 മാർക്ക് ചെയ്യാം. 1 ഡിസ്റ്റൻസ് കോമ്പസിനെ എടുത്ത് മാർക്ക് ചെയ്യണം. ഈ ഡിസ്റ്റൻസുകളൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കോമ്പസിനെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം സ്കെയിലും എക്സ്പെരിമെന്റും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എറർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും 6-7 കോമ്പസ് എടുക്കുക,
മാർക്ക് ചെയ്യാം, 6 1 മാർക്ക് ചെയ്യാം, 1 2 മാർക്ക് ചെയ്യാം. ഇനി 2 3 അതായത് ഈ വ്യൂവിനെ ഞാൻ 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്ത രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്തു. ഇനി 7 8 7 4 3 ഇനി ഇതിന്റെ ആക്സിസ്, ഈ ആക്സിസ് ഇതിലേക്ക് ട്രാൻസ്പെറന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെയ്യാണെങ്കിൽ നല്ലത്. അതായത് ഈ വ്യൂവിനെ 45 ഡിഗ്രി 6 7 എന്ന എഡ്ജ് 45 ഡിഗ്രി ആവുന്ന രീതിയിൽ ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്ത് വരച്ചതാണ്. ഇപ്പോ base edge inclined 45 degree to VP എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇതിനെ വരച്ചു. അതായത് സോളിഡ് ഇങ്ങനെ വെച്ചു, ശേഷം റൊട്ടേറ്റ് ചെയ്തു. ഈ റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട് വ്യൂ ആണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഈ വ്യൂ ഞാൻ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് വരച്ചു. ഇതിന് ശേഷം ഓരോ കോർണേഴ്സ്, എല്ലാ കോർണർ ഒരുമിച്ച് എടുക്കാൻ പാടില്ല, ഓരോരോ കോർണേഴ്സ് എടുത്ത് ചെയ്യും. ഞാൻ അത് ചെയ്യാൻ തുടങ്ങാണ്. 5 മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. അതായത് 5 എന്ന കോർണറിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഇനി ഞാനിത് റൊട്ടേറ്റ് ചെയ്യുമ്പോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോ ഈ ഹൈറ്റിലേക്ക് യാതൊരു മാറ്റം വരുന്നില്ല. ഞാൻ VP എന്നുള്ള ഡിസ്റ്റൻസ് ആണ് മാറ്റി വരുന്നത്. ഓക്കെ, അപ്പോ ഈ 5 ഡാഷിന്റെ ഹൈറ്റ് ഇവിടെ നിന്ന് ഈ ഹൈറ്റിന്റെ ആയിരിക്കും ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ചെയ്ത പോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് XY ക്ക് പാരലൽ ആയിട്ട് ആയിരിക്കും. അതായത് ഈ സെയിം ഡിസ്റ്റൻസ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? ഈ സെയിം ഡിസ്റ്റൻസ് ഇനി ആയിരിക്കും ഇവിടെ. അപ്പോ ഈ പോയിന്റിൽ നിന്ന് XY ക്ക് പാരലൽ ആയിട്ട് ആയിരിക്കും. 5 dash രണ്ടും കൂടെ ക്രോസ് ചെയ്തു. സോ ദിസ് പോയിന്റ് ഈസ് 5 dash. ഇനി 6 അപ്പോൾ 6 നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ്, XY ആണ്. അപ്പോൾ XY നിന്ന് അപ്പോൾ ഈ 6 ഡാഷ് XY തന്നെയാണ്. ഓക്കേ, then 7 7 XY തന്നെയാണ്. അപ്പോൾ ഇവിടെ 7 ഡാഷ്, കാരണം 6 7 XY ആണ്. അപ്പോൾ 7 dash, then 8 5 8 ഒരേ പോയിന്റ് തന്നെയാണ്. ഇവിടെ 8 dash. അപ്പോൾ 6 7 5 6 7 8 base corner base അതായത് bottom base 5 6 7 8 bottom base complete ആണ്. ഓക്കേ, ഇനി ടോപ്പ് ബേസ് കംപ്ലീറ്റ് ആവാൻ ആദ്യം 1 എഡ്ജ് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഇവിടെയാണ് 1 ഡാഷ്, ഇതിനെ പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കാം. സോ 1 ഡാഷ്. ഇനി 2 പ്രൊജക്റ്റ് ചെയ്തു. ഇവിടെയാണ് 2, ഇതാണ് 2 അല്ല. അപ്പോൾ 2 ൽ നിന്ന് XY ക്ക് പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കാം. 2 ഡാഷ്. ഇനി ഇതുപോലെ 3 വരയ്ക്കാം. 2 3 ഒരേ ലൈൻ ആയതുകൊണ്ട് 3 ഡാഷ്. 1 4 പ്രൊജക്റ്റ് ചെയ്യാം. 1 4 ഒരേ ലൈൻ ആയതുകൊണ്ട് ഇവിടെ 4 ഡാഷ്. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് ഓരോന്നായിട്ട് വരയ്ക്കണം എന്ന് പറയാൻ കാരണം വെച്ചാൽ കുറെ ലൈൻസ് വരും, കുറെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഓരോ പോയിന്റ്
അപ്പൊ 5 നിന്ന് നേരെ മുകളിൽ പ്രൊജക്ട് ചെയ്തു 5 ഡാഷിന്റെ പാരലൽ വരച്ചു രണ്ടും ക്രോസ് ചെയ്യുന്നു അപ്പൊ തന്നെ 5 ഡാഷ് അതുപോലെ തന്നെ 6 ഡാഷ് 7 ഡാഷ് 8 ഡാഷ് എന്ന് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ 1 2 3 4 എല്ലാവരും മാർക്ക് ചെയ്തു ഇതിപ്പോ നോക്കാം എല്ലാ കോർണറും കംപ്ലീറ്റ് ആയതുകൊണ്ട് ചെക്ക് ചെയ്യാം 1 2 3 4 നാല് കോർണേഴ്സ് കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ 5 6 7 8 ബോട്ടം നാല് കോർണേഴ്സും കംപ്ലീറ്റ് ആയി ഇനി ആക്സിസ് ഇതുപോലെ പ്രൊജക്ട് ചെയ്ത് വരയ്ക്കാം ഞാൻ ഇവിടെ വെച്ച് കാണിക്കുന്നില്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ട് കാണിക്കുന്നില്ല ഈവൻ ആക്സിസ് മുകളിൽ പ്രൊജക്ട് ചെയ്ത് വരച്ചില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് നഷ്ടാവില്ല വരയ്ക്കുകയാണെങ്കിൽ നല്ലത് ഓക്കെ ഇനി നമ്മൾ ഇതിലെ ലൈൻസ് ജോയിൻ ചെയ്യാൻ പോകണം ഇത് ലൈൻസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ ബൗണ്ടറി ലൈൻസ് ആണ് ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബൗണ്ടറി ലൈൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നോക്കാം 1 4 ഒരു എഡ്ജാണ് അത് ബൗണ്ടറി ആണ് അതിന് മുകളിലായിട്ട് വേറെ എഡ്ജസ് ഒന്നുമില്ല 1 4 ഞാൻ ജോയിൻ ചെയ്തു അതിനുശേഷം 3 4 ബൗണ്ടറി ലൈൻ ആണ് 3 4 2 3 ബൗണ്ടറി അല്ല കാരണം ഇവിടെ 7 ഡാഷ് വരുന്നുണ്ട് അപ്പോ 3 7 എന്നുള്ള എഡ്ജ് ശരിക്കുള്ളതാണ് അപ്പൊ ട്യൂബ് അതിന്റെ ഇൻസൈഡ് ആണ് അപ്പൊ അതൊരിക്കലും ബൗണ്ടറി അല്ല ഇനി ഫേസിന്റെ വേറെ നോക്കുമ്പോൾ 5 6 ബൗണ്ടറി ആണ് കാരണം ഇതിന് പുറത്തായിട്ട് വേറെ പോയിന്റ്സ് ഒന്നുമില്ല 5 6 7 അതും ബൗണ്ടറി ലൈൻ തന്നെയാണ് 7 8 ബൗണ്ടറി അല്ല കാരണം ഇവിടെ പോയിന്റ്സ് ഉണ്ട് 5 8 ബൗണ്ടറി അല്ല കാരണം ഇവിടെ പോയിന്റ്സ് ഉണ്ട് ഓക്കേ ഇനി സൈഡ് ബേസ് ഈ രണ്ട് ലൈൻസ് ആണ് ബേസിന്റെ ബൗണ്ടറി ആയിട്ടുള്ളൂ ഇനി സൈഡ് എഡ്ജ് വരയ്ക്കാം 7 3 7 എന്ന് പറഞ്ഞിട്ടുള്ള എഡ്ജ് ഉണ്ട് അതാണ് 3 ഡാഷ് 7 ഡാഷ് ജോയിൻ ഓക്കേ then 1 ഡാഷ് 5 ഡാഷ് അതും ബൗണ്ടറി ലൈൻ ആണ് ഓക്കേ ഇനി പുറത്തൊന്നും വേറെ ലൈൻസ് ഒന്നുമില്ല ഓക്കേ എല്ലാ ബൗണ്ടറിയും കാണാം സോളിഡ് ഡിഫൈൻഡ് ആയി അതിന്റെ ബൗണ്ടറി ഡിഫൈൻഡ് ആയി ഇനി അതിന്റെ ഉള്ളിൽ വരുന്ന ലൈൻസ് മാത്രമേ ഉള്ളൂ ഈ വ്യൂവിന് ഇനി ഇൻസൈഡ് ആയിട്ടുള്ള ലൈൻസ് മാത്രമേ വരയ്ക്കാനുള്ളൂ ബൗണ്ടറി ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പോ ഇനി നമ്മൾ നോക്കണം ഓരോ ഫസ്റ്റ് ടോപ്പ് ഫേസ് എടുക്കണം ടോപ്പ് ഫേസില് 1 2 2 3 ഈ രണ്ട് ലൈൻസ് ഉണ്ട് ആ രണ്ട് ലൈൻസ് വിസിബിൾ ആണോ ഇൻവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നമ്മൾ നേരത്തെ ഈ ടോപ്പ് വ്യൂവിൽ നിന്നാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ ഈ ടോപ്പിൽ നിന്നാണ് ഈ ഫ്രണ്ട് വ്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഈ ടോപ്പ് വ്യൂവിന്റെ ആക്സിസും xy യും കൺസിഡർ ആക്സിസ് xy കൺസിഡർ ഇതിലെ പുറത്താണോ 1 2 അതിന് പുറത്താണ് ആക്സിസും xy യും പുറത്താണ് 1 2 സോ 1 2 എന്തായാലും വിസിബിൾ ആയിട്ട് ആയിരിക്കും മനസ്സിലായോ ഇനി ബാക്കി 2 3 അപ്പൊ 2 3 നോക്കാം 2 3 നോക്കുമ്പോൾ 2 3 പകുതി പോർഷൻ ഔട്ട്സൈഡ് പകുതി പോർഷൻ ഇൻസൈഡ് ആണ് അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയി അതെങ്ങനെ വരും കാരണം ആക്സിസിന് എക്സ്പെക്ട് നോക്കി കഴിഞ്ഞാല് 2 3 ന്റെ പകുതി പോർഷൻ ഔട്ട്സൈഡ് ആണ് പകുതി പോർഷൻ ഇൻസൈഡ് ആണ് അപ്പൊ നമ്മള് ഈ 2 3 വരയ്ക്കുന്നതിന് മുമ്പ് അതിലുള്ള ബാക്കി ലൈൻസ് നോക്കാം ആ ഫേസിലെ ബാക്കി 3 ലൈൻസ് നോക്കാം അല്ലെ അപ്പൊ ആ ലൈൻസ് ഇപ്പൊ 1 2 വിസിബിൾ ആണ് 1 2 വിസിബിൾ ആയതുകൊണ്ട് എന്തായാലും 2 3 വിസിബിൾ ആയിരിക്കും അതായത് നമ്മൾ നോക്കുമ്പോൾ ഈ 1 2 2 3 ഈ രണ്ട് എഡ്ജാണ് ഇൻസൈഡ് ആയിട്ട് വരുന്നത് അതിലെ ഒരു എഡ്ജ് വിസിബിൾ ആണെങ്കിൽ അടുത്ത എഡ്ജും വിസിബിൾ ആയിരിക്കും ഫേസിന്റെ കേസ് പറയുമ്പോഴാണ് മനസ്സിലായോ അപ്പൊ കൺഫ്യൂഷൻ വരാൻ കാരണം ഇത് പകുതി പുറത്തോ പകുതി ഉള്ളിലായതുകൊണ്ടാണ് അങ്ങനെ കൺഫ്യൂഷൻ വന്നത് അല്ലെങ്കിൽ അങ്ങനെ കൺഫ്യൂഷനെ വരില്ല അപ്പൊ അങ്ങനെ വരുന്ന കേസില് മറ്റേ ലൈൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ അപ്പൊ അത് കംപ്ലീറ്റ് ആയി ഇനി ബോട്ടം ബേസിലെ 7 8 8 5 ഇത് രണ്ടാണ് ബാക്കിയുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ആക്സിസ് xy 7 8 അതിലെ ഇൻസൈഡ് ആണ് ഓക്കേ ആക്സിസും xy ക്ക് ഉള്ളിലാണ് 7 8 സോ 7 dash 8 dash
ഇൻവിസിബിൾ ആയിരിക്കും, അത് ടിക്ക് ഡാഷ് ആയിട്ട് കാണിക്കുക. 7, 8 ആക്സിസിലും xy ഉള്ളിലായതുകൊണ്ട് അത് ഇൻവിസിബിൾ എഡ്ജ് ആണ്, നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് വരുന്നത്. ഇനി വരുന്നത് 5, 8 ആകുന്ന പോലെ ആക്സിസ് xy നോക്കി കഴിഞ്ഞാൽ പകുതി ഉള്ളിലും പകുതി പുറത്താണ്. ഇത്രയും പോർഷൻ ഔട്ട്സൈഡ് ആണ്, ഇത്രയും പോർഷൻ ഇൻസൈഡ് ആണ്. അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആയി അത് വിസിബിൾ ആണ് ഇൻവിസിബിൾ ആണ്. അപ്പൊ ഇവിടെ 7, 8 ഓൾറെഡി ഇൻവിസിബിൾ ആയതുകൊണ്ട് 5, 8 ഇൻവിസിബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ 1, 2 വിസിബിൾ ആയതുകൊണ്ട് 2, 3 വിസിബിൾ ആവും എന്ന് പറഞ്ഞതുപോലെ തന്നെ 7, 8 ഇൻവിസിബിൾ ആയതുകൊണ്ട് 5, 8 ഇൻവിസിബിൾ ആയിരിക്കും. കാരണം ഇത് ഹാഫ് പുറത്തും ഹാഫ് ഉള്ളിലായതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വന്നു. ഓക്കെ, ഇപ്പോ രണ്ട് ഫേസുകൾ, ടോപ്പ് ഫേസ് ബോട്ടം ഫേസ് കംപ്ലീറ്റ് ആയി. ഇനി ഏതെങ്കിലും അഡ്ജസ്റ്റ് ബാക്കി ഉണ്ടോ നോക്കാം. ബാക്കി നോക്കിയേ, രണ്ട് സൈഡ് എഡ്ജ് ഉണ്ട്. 2, 6, 4, 8 എന്ന രണ്ട് സൈഡ് എഡ്ജുകൾ കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. ആക്സിസ് xy 2, 6 ഇതിന് രണ്ടിനും ഔട്ട്സൈഡ് ആണ് കിട്ടുന്നത്. അപ്പൊ 2, 6 വിസിബിൾ ലൈൻ ആണ്. 4, 8 ഉള്ളിലാണ്, ആക്സിസ് xy ഉള്ളിലാണ് 4, 8. അപ്പൊ 4, 8 ഇൻവിസിബിൾ. ഓക്കെ, ഇനി ഏതെങ്കിലും എഡ്ജസ് ബാക്കിയുള്ളത് നോക്കാം. എഡ്ജസുകളൊന്നും ബാക്കിയില്ല. ഇന്നുള്ളത് ആകെ ആക്സിസുകളാണ്. ആക്സിസുകൾ ഇപ്പൊ കുറെ ലൈൻസ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഇനി ആക്സിസ് വരച്ച് കാണിക്കുന്നില്ല, കാരണം കൺഫ്യൂഷൻ വേണമെന്ന് വെച്ചിട്ട്. അപ്പൊ ഇതാണ് ഫൈനൽ സൊല്യൂഷൻ. ഫൈനൽ പൊസിഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ വ്യൂവിൽ നിന്ന് ഈ ഒരു വ്യൂവിൽ നിന്നും ഇതിന്റെ വ്യത്യാസമായിട്ട് തോന്നുന്നത്. ഈ ഒരു വ്യൂ നമുക്ക് 2 ഡയമെൻഷണൽ ഫീലിംഗ് ഉള്ളൂ, പക്ഷെ ഈ ഒരു വ്യൂവിൽ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് 3 ഡയമെൻഷണൽ ഫീൽ ഉണ്ട്. അതായത് ഈ സോളിഡ് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ് അത്, അല്ലെ? ഓക്കെ, കറക്റ്റ് ഇതേ ഒരു ഫീലിംഗ് നമുക്ക് ഈ വ്യൂ വാച്ച് ചെയ്യുമ്പോൾ, ഈ വ്യൂ നോക്കിക്കഴിഞ്ഞാല്, ഈ വ്യൂ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടും, ഒരു 3 ഡയമെൻഷണൽ ആയിട്ട് ഫീല് കിട്ടും. അപ്പൊ ഇത് ഭംഗിയായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഞാനിപ്പോ ബോർഡിലെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് വരയ്ക്കാത്തത് കൊണ്ട് അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഭംഗിയായിട്ട് വരച്ചു കഴിഞ്ഞാല്